എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഓരോ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളും 12 ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്, ഓരോ ഗ്രഹങ്ങൾ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ബുധൻ 12 രാശികളിൽ നിന്നാലുള്ള ഫലമാണ് നമ്മളിന്നിവിടെ പറയുന്നത്. അപ്പോൾ ചൊവ്വ വരെ പറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പം ബുധൻ മേടൻ രാശിയിൽ നിന്നാൽ മേടത്തിലെ ബുധസ്ഥിതി അശുഭമാണെന്നാണ് ആചാര്യപക്ഷം. ചൂതുകളിയും ഭക്ഷണപാനാദികളുമല്ലാതെ മറ്റൊരു കർമ്മവും ചെയ്യാത്തവനാകും. പ്രത്യക്ഷത്തിൽ കാണുന്നതും അനുഭവപ്പെടുന്നതും മാത്രമാണ് അവർ വിശ്വസിക്കുക. പരദ്രവ്യ ലക്ഷ, പരദ്രവ്യത്തിൽ ഇച്ഛ, അതായത് മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കുക, ദുഷ്കർമ്മ താല്പര്യം, അസത്യം പറയുന്ന സ്വഭാവം തുടങ്ങിയവയും അവർക്കുണ്ടാവും. കടം നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്നവരും സ്ത്രീസുഖത്തെ കാക്ഷിക്കുന്നവനും ബുദ്ധിമുട്ടിയുണ്ടാക്കിയ ധനത്തെ നശിപ്പിക്കുന്നവനും കൂടിയായിരിക്കും എന്നാണ് ആചാര്യന്മാരുടെ വചനം. ബുധൻ ഇടവം രാശിയിൽ നിന്നാൽ ജാതൻ വിദ്യാചാര്യനും ഗുരുകാരണവരന്മാരിൽ ഭക്തിയുള്ളവനും ധനാർജനത്തിൽ ശ്രദ്ധയുള്ളവനും ദാനശീലനും ഭാര്യാസന്താനങ്ങളോടുകൂടി സന്തോഷമായിരിക്കുന്നവനും വിദ്വാനെന്ന് ജാതക പാരിജാതം പറയുന്നു. വേദശാസ്ത്രപരാംഗതനും സംഗീതം, വിനോദം, സ്ത്രീഭോഗം എന്നിവയിൽ താൽപര്യനും സ്ഥിരബുദ്ധിയും ആയിരിക്കും. പ്രായേണ ഇടവത്തിലെ ബുധസ്ഥിതി ജാതകന് അനുകൂല ഫലങ്ങൾ തന്നെയാണ് നൽകുന്നതെന്ന് ആചാര്യന്മാർ പറയുന്നു. മിഥുനം രാശിയിൽ ബുധൻ നിന്നാൽ, മിഥുനം രാശി ബുധൻ്റെ സ്വന്തം രാശിയാണ്. അപ്പം അവിടെ ബുധൻ നിന്നാൽ സാഹിത്യ കുശലനായിരിക്കും. 2 അന്മമാരുടെ മകനും നല്ല വേഷമണിയുന്നവനുമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അവർക്കൊക്കെ ഗ്രഹസുഖം, ഭക്ഷണസുഖം എന്നിവയുള്ളതും ലഭ്യമാകും. ശാസ്ത്രകലാ വിദഗ്ധർ ആയിരിക്കും അവർ. വ്യാകരണാദി ശാസ്ത്രങ്ങളിലും ഗീത, വാദ്യ, നൃത്താദികളിലും അതിസമർത്ഥമുള്ളവരായിരിക്കും. വിഗധനൻ എന്ന് ഒരു വിശേഷണം ആചാര്യന്മാർ പറയുന്നുണ്ട്. തന്നെത്താൻ വാഴ്ത്തി പറയുക, നമ്മൾ പറയത്തില്ലേ പൊങ്ങിച്ചും പറയുക എന്നൊക്കെ പറയും. വാചാലമായി സംസാരിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബുധൻ കർക്കിടകൻ രാശിയിൽ നിന്നാൽ സ്വജനങ്ങൾക്ക് ശത്രുവായി തീരുമെന്നാണ് പറയുന്നത്. ജലവാഹനങ്ങളും ജലജന്യ വസ്തുക്കളും മൂലം സമ്പാദ്യമുള്ളവനാകും. അന്യദേശവാസിയാവുക, ദുഃഖങ്ങളെ സഹിക്കുന്നവനാകുക, സ്ത്രീകളുടെ ശത്രുത മൂലം സമ്പത്ത് നശിച്ചവനാകും, വ്യവഹാരശീലനായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ബുധൻ കർക്കിടകത്തിൽ നിന്നാൽ പറയുന്നത്. ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ സ്ത്രീകൾ ജാതകനെ വെറുക്കുമെന്നാണ് പറയുന്നത്. ജാതകൻ സ്ത്രീലെമ്പാടനാവും. ദരിദ്രനും സന്താനസുഖമില്ലാത്തവനും സഞ്ചാരശീലനുമാവും. ഒന്നിലും അറിവില്ലായ്മ, ചെറിയ കാരണങ്ങളാൽ കൊണ്ട് പരിഭവിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വരിക എന്നിവയും മറ്റു സ്വഭാവങ്ങളാണ്. നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്നവനാകും, ഭൃത്യവേല ചെയ്യുന്നവനാകും, ശത്രുപീഡ അനുഭവിക്കുന്നവനാകും. ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ബുധൻ കന്നിരാശിയിൽ നിന്നാൽ ബുധൻ്റെ ഉച്ചരാശി മൂലത്രികോണം, സ്വക്ഷേത്രം എന്നിങ്ങനെ 3 സവിശേഷതയുള്ള രാശിയാണ് കന്നിരാശി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ബുധൻ ജാതകന് ഏറ്റവും സദ്ഫലങ്ങളാണ് നൽകുക. ജാതകൻ ദാനശീലനും ഗുണവാനും തുഹിമാനും ക്ഷമാശീലനും യുക്തി കുലശനും ഭയരഹിതനുമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സർവഗുണസമ്പന്നനായിരിക്കും, ഭയമില്ലാത്തവരായിരിക്കും. സാരാവലീകരൻ്റെ പക്ഷത്തിൽ സാഹിത്യം, സംഗീതം, ശില്പം എന്നിവയെല്ലാം ഈ ഭാഗത്തെല്ലാം ഇവർ നിപുണനായിരിക്കും എന്നാണ് പറയുന്നത്. വാക്സാമർഥ്യവും മുന്നിൽ നിൽക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. ബുധൻ തുലാം രാശിയിൽ നിന്നാൽ ശില്പവിദ്യ നിപുണനായിരിക്കും, വാക്സാമർഥ്യമുള്ളവനാവും, വ്യവഹാരശീലനാവും, പല ദിക്കുകളിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാവും. ഗുരുകാരണവന്മാരിലും അതിഥികളും ഈശ്വരന്മാരിലും ഭക്തിയുള്ളവനുമായിരിക്കും ഇങ്ങനെയുള്ളവർ.
കൃത്രിമമായ സൽക്കാരങ്ങളിൽ തൽപരരാകും. പക്ഷേ വേഗത്തിൽ കോപവും വേഗത്തിൽ സന്തോഷവും ഒക്കെ വരുന്ന പ്രവണതയാണ് ഇവർക്കുള്ളത്. പാപകർമ്മ നിരതനാവുക, സ്ത്രീലമ്പാടനാകുക, വളരെ സംസാരിക്കുന്നവനാവുക, ഇങ്ങനത്തെ ഫലവും ഇവർക്ക് പറയുന്നുണ്ട്. ബുധൻ വൃശ്ചിക രാശിയിൽ നിന്നാൽ ഏറ്റവും ലുബ്ധനും നല്ല പ്രവൃത്തി ചെയ്യുന്നവനും സന്തോഷത്തിന് വേണ്ടി ശ്രമിക്കുന്നവനുമായിരിക്കും. ആലസ്യം ഇയാളുടെ മുഖമുദ്രയാവും. അന്യന്മാരെ ദ്രോഹിക്കുന്നതിൽ വളരെ ഇഷ്ടം കാണിക്കുന്നവർ. അധർമ്മ താല്പര്യം ഇവർക്കുണ്ടാവും. നിർജ്ജലത, കടം വാങ്ങി ജീവിക്കുന്ന ശീലം, നീചജനപ്രിയത്വം തുടങ്ങിയ പ്രത്യേകതകൾ അവർക്കുണ്ടാവും. ബുധൻ ധനു രാശിയിൽ നിന്നാൽ ജാതകൻ രാജാക്കന്മാർക്കും സമ്മതനാകുമെന്നാണ് പറയുക. വിദ്വാനും പരമാർത്ഥം മാത്രം സംസാരിക്കുന്നവനാകും. മന്ത്രി, പുരോഹിതൻ, കുലശ്രേഷ്ഠൻ, വിദ്യോപദേഷ്ടകൻ, വാഗ്മി തുടങ്ങിയ ശ്രേഷ്ഠ പദവികളുള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. വൃതാനിഷ്ടങ്ങളിലും ചിത്രകലയിലും വ്യാകരണത്തിലും സാഹിത്യത്തിലും അയാൾക്ക് ഇഷ്ടമുണ്ടാകും. പ്രഭുത്വം, ദാനശീലം, വിനയം തുടങ്ങിയ ഗുണങ്ങളാലും ഇവർ കീർത്തി നേടും. ബുധൻ മകരൻ രാശിയിൽ നിന്നാൽ എന്നും അധ്യാധീനയായിരിക്കും. അയാൾക്ക് കൃത്യവേല ചെയ്യേണ്ടി വരിക. ദാരിദ്ര്യം കൂടപ്പുറപ്പായിരിക്കുന്ന പറയുന്നത്. കടവും അയാളെ പിന്തുടരും. അശ്വശില്പബുദ്ധി എന്ന ആചാര്യ പദത്തിന് ധനമോ ശില്പവിദ്യയിൽ ബുദ്ധി സാമർഥ്യം ഇല്ലാത്തവനെന്നാണ് ആചാര്യൻ പറയുന്നത്. വിഷ്ടികൃത് എന്ന പദത്തിന് അനിഷ്ടകർമ്മങ്ങളുടെ കർത്തൃത്വം വഹിക്കുന്നവൻ എന്ന വ്യാഖ്യാനവും പറയുന്നുണ്ട്. അനുചിത കർമ്മം ചെയ്യുക, നപുംസക പ്രവൃത്തിയാവുക, ഏഷണിക്കാരനാവുക, മലിനനാവുക തുടങ്ങിയ ഫലങ്ങളും സാരാവലിയിൽ പറയുന്നുണ്ട്. ബുധൻ കുംഭം രാശിയിൽ നിന്നാൽ ജാതകൻ സ്വഗ്രഹത്തിൽ കലഹമുണ്ടാക്കുന്നവനായിരിക്കും. സ്വന്തം വീട്ടിൽ അവൻ കലഹമുണ്ടാക്കും. ദുഃഖിതനായിരിക്കും. ബുദ്ധി, ധനം, പരാക്രമം, ധർമ്മശീലം എന്നിവയൊന്നും അയാളെ തൊട്ടു തീണ്ടിട്ടുണ്ടാവുകയില്ല. ശത്രുക്കളാൽ വ്യസനം അനുഭവിക്കുന്നവനാകുമെന്നും നപുംസക പ്രവൃത്തിയാവുക, ഭാര്യയോട് പിണങ്ങിക്കഴിയുക, ദുഷ്ടനായിരിക്കുക, കൃത്യനായിരിക്കുക തുടങ്ങിയ പ്രത്യേകതകളും പറയുന്നുണ്ട്. ബുധൻ മീനൻ രാശിയിൽ നിന്നാൽ ശുചിത്വം, ആചാരം, ശുചിത്വം എന്നിവയൊക്കെ ഉള്ളവനാവും. വിദ്യജനങ്ങൾക്ക് പ്രിയങ്കരനായിരിക്കും. അന്യന്മാരുടെ ധനം സംരക്ഷിക്കുന്നതിൽ സമർത്ഥനായിരിക്കും. ദാരിദ്ര്യം അനുഭവിക്കുക, സുന്ദരികളായ സ്ത്രീകളുടെ പ്രണയിയാവുക, ദേവന്മാർ, ബ്രാഹ്മണർ ഇവരുടെ സേവകനാവുക, അമ്പലത്തിലെ ശാന്തിക്കാരനൊക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തുന്നൽ പണി മുതലായ കർമ്മങ്ങൾ ചെയ്യുക. സാമാന്യമായ ഫലങ്ങൾ മാത്രമാണിത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ഭാവശുദ്ധിയും ഭാവസ്ഥിതിയും മൗഢ്യ കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫലം ജാതകം നോക്കിയിട്ട് നമുക്ക് പറയാം. ഇത് കോമൺ ആയിട്ട് ജനറലായിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ 12 ഈ രാശികളിൽ നിന്നാലുള്ള ഫലം ഞാനിവിടെ പറഞ്ഞത്. അപ്പം അടുത്ത എപ്പിസോഡിൽ ബുധൻ 12 ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലമായിരിക്കും അടുത്ത എപ്പിസോഡിൻ്റെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.